ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ മാംഗോ മിഡോസിലാണ്. നമ്മൾ താമസിച്ച കോട്ടേജാണ് പുറകെ കാണുന്ന. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ അനുഭവമൊക്കെ എങ്ങനെയാണെന്ന് ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടി കാണും. ഇന്നിപ്പോൾ നമ്മൾ തുടർന്നുള്ള ആക്ടിവിറ്റീസും ബാക്കി സംഭവങ്ങളും, പിന്നെ ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് വന്ന് താമസിക്കാതെ ഏതൊക്കെ റൂമുണ്ട്, എത്ര രൂപയാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാം കേട്ടോ. നോക്കിയേ, ഇതാണ് നമ്മുടെ നഡ്മക് കോട്ടേജ്. കണ്ടോ, ഇന്നലെ മോൻ ഇതാണ്ട് അവിടെ പോയിട്ട് ഒരു ഗോക്കാട്ടിങ് ഒക്കെ എടുത്ത് വെച്ചേക്കുന്നുണ്ടോ. നമുക്ക് എങ്ങനെയാ കേട്ടോ അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ നമുക്ക് ആ സൈക്കിളും ഗോക്കാട്ടിങ്ങൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ റൂമിൽ വെക്കാം. നമുക്കത് രാത്രിയൊക്കെ യൂസ് ചെയ്യാം. ഏകദേശം രാത്രി 9-9:45 വരെ ഇവിടെ ലൈറ്റ് ഉണ്ടാവും. ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ നടക്കാം. അത് കഴിയുമ്പോഴിതെല്ലാം ക്ലോസ് ചെയ്യും. പിന്നെ നമ്മൾ റൂമിലേക്ക് മാറണം. പക്ഷേ ശരിക്കും ഈ മാംഗോ മിഡോസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോഴാണ് കേട്ടോ. നമ്മൾ ആ പകല തിരക്കി കാണുന്ന വൈബല്ല രാത്രിയായി കഴിഞ്ഞാൽ. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് കാലത്ത് എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നുള്ളതൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് ഈ സൈക്കിൾ എടുത്ത് പോവാം കേട്ടോ. ഇങ്ങനെ നമുക്ക് സൈക്കിളൊക്കെ ചവിട്ടി നടക്കാം. കണ്ട ഞാനൊരു പുതുജന്മം നേടിയ നരൻ ഞാനൊരു നരൻ. ഇതിനകത്ത് കൂടെ മൊത്തം സൈക്കിളിൽ പോയി കറങ്ങാനേ നല്ല രസം. അമ്പോ അടിപൊളി. നമ്മൾ സൈക്കിൾ ചവിട്ടുകയല്ലേ. നമ്മൾ കുട്ടികളവിടെ ഉറക്കി കിടത്തിയിട്ട് കാലത്ത് സൈക്കിളൊക്കെ എടുത്തൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി കേട്ടോ. രസമോ ഇവിടെ സൈക്കിൾ എടുത്ത് രാവിലെ ഇതിനകത്ത് കൂടെ എങ്ങനെ പോവാനേ അടിപൊളിയാ അല്ലേ. സൈക്കിള് ചവിട്ടി നമ്മൾ കുറച്ചിങ്ങെത്തി കേട്ടോ. ഈ ഒരു സ്ഥലം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇത് കുറച്ചിങ്ങോട്ട് വരുമ്പോഴാണ്. ഇത് ചൂണ്ടയിടാനും ബാഡ് വാച്ചിങ്ങിനൊക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ. അതിന്റെ മുകളിലേക്ക് കയറിയിരുന്നാലും നമുക്ക് ബാഡ് വാച്ച് ചെയ്യാൻ പറ്റും. സ്വിമ്മിംഗ് പൂള് ഇതാണ് നമ്മൾ ഇന്നലെ ചാടിയ സ്വിമ്മിംഗ് പൂള്. ഇതൊരു തടാകമാണ്. നമുക്ക് ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോണം. നോക്കിയാ ഫുൾ ഗ്രീനറി, അടിപൊളി. ആ കളർ തന്നെ നോക്കിയ സ്കൈയും വയലും വെള്ളവും എല്ലാം കൂടെ ചേർന്നിട്ട് കാമല്ലേ. നമ്മള് റൂമിൽ ഇടുന്ന ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇറങ്ങി. അനുസേ എങ്ങനെയുണ്ട്? എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിലേ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നോളൂ. ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ വേറെ ലോകത്തെത്തിപ്പെട്ട ഫീലാ. ഇതൊരു തീം പാർക്കാണ്, അതിനോടൊപ്പം തന്നെ ഒരു റിസോർട്ടും ആണല്ലേ. ഒരു റിസോർട്ടിന്റെ എക്സ്പീരിയൻസും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് റിലാക്സ് ചെയ്ത് സ്റ്റേ ചെയ്തല്ലേ വരേണ്ടത് തന്നെയാണ് എല്ലാവരും. ഇത് കണ്ടോ, ഈ സൈക്കിൾ ഉണ്ട്. എല്ലാ ഏരിയയിലും നമുക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ സൈക്കിള്. അടുത്ത ഇങ്ങനെ ഒരു ഗോക്കാട്ട് എടുത്ത് കേട്ടോ. കഷ്ടപ്പെട്ട് ചവിട്ടി പോവുക. ഇങ്ങനെ ഏത് വണ്ടി വരും. ഇത് GTA വൈറ്റ് സിറ്റി ഒക്കെ കളിക്കുന്ന പോലെ നമ്മളങ്ങോട്ട് ചെല്ലുക, ഇഷ്ടമുള്ള വണ്ടി എടുക്കുക, പോവുക. ഇത് നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ട തിരുവനന്തപുരത്ത് വർക്കലയുള്ള ഫാമിലിയാണ് കേട്ടോ. അവരും എൻജോയ് ചെയ്യാൻ വന്നതാ. തത്വമസി ഒരു കാവ് പോലെയൊക്കെ ഉണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു 2-3 കുളമുണ്ട്, ഒരു 1-2 സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പിന്നെ നിറയെ കാടുണ്ട്. ഇതാണ്ട് പരശുരാമന്റെ സ്റ്റാച്ചു. ഈ വള്ളിയൊക്കെ കണ്ടോ, വള്ളിച്ചെടികൾ. ഒരു കാവിന്റെ ഫീലില്ലേ. ആർട്ടിഫിഷ്യൽ കാവാണ് കേട്ടോ. ഒരു ആന മരവും ചവിട്ടി പിടിച്ച് നിൽക്കുന്നുണ്ടോ. ആന വിറകൊക്കെ ചവിട്ടി ഓടിച്ച് മരം ചവിട്ടി ഓടിച്ച് നിൽക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിലിങ് നോക്കി എന്തൊരു ക്ലാരിറ്റി അല്ലേ. സൂപ്പർ. എന്തൊക്കെയോ തരം കിളികളുടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടേ മുകളിലേക്ക്. നമ്മളങ്ങനെ രാവിലത്തെ കുറച്ച് കറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് റെഡിയായി ഇറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ വെക്കറ്റ് ചെയ്ത് പോകണമെന്താ നമ്മൾ അടുത്ത വണ്ടി എടുത്തിട്ടുണ്ട്. 4 പേർക്കും കൂടെ പോകാൻ പറ്റുന്നത്.
ഗോക്കാട്ട് കണ്ടാ, ഇത് കണക്കിത് 2 പേര് ചവിട്ടണ 2 പേർക്ക് ഫ്രണ്ടിലിരിക്കുക, അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ കയറി പോവാം. ഓഹോ എൻ്റെ വണ്ടി. ഇത് സ്റ്റിയറിങ് ഒരെണ്ണം ചുമ്മാതെയാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി ആക്ടിവിറ്റീസിലോട്ട് പോകണം. ഇതാണ് ഡ്രൈവർ ഹൗസ്. അപ്പോൾ നമ്മൾ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ സ്റ്റേ ചെയ്യുന്നതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അരിയാൽ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആണ്. പഴം പുഴുങ്ങിയത്, ഉപ്പുമാവ്, ബോയിൽഡ് എഗ്ഗ്, സാമ്പാർ, ദോശ, ഇത് കിഴങ്ങ് കറി, പൂരി, അങ്ങനെ. അത് പിന്നെ കോഫിയും ടീയും ഉണ്ട്. അതുപോലെ തന്നെ ബ്രെഡുണ്ട്, ബ്രെഡ് ജാമും ഉണ്ട്, ബട്ടറുണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, കോൺഫ്ലേക്സ്, അത് പിന്നെ ജ്യൂസ്. ഇത് ഇത്ര ഐറ്റം ഉണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനുള്ള. നമ്മളിതാ പൂരിയും സബ്ജിയും പിന്നെ ഏതാണ്ട് ഒരു ബോയിൽഡ് എഗ്, അത് തോല് കളയാത്തതാണ് കേട്ടോ, തോട് കളയാനുള്ള ബനാന എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇങ്ങനെ പിടിച്ച് ശകലം ചട്ടണി എടുത്ത് ഇങ്ങനെ കഴിച്ചിട്ട് കാണാം. ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് ഒരു ചായ എടുത്തു കേട്ടോ. ശ്രദ്ധിച്ചോ, നല്ല റെസ്റ്റോറൻറ്റ്, നല്ല സ്നേഹമുള്ള ആൾക്കാരില്ലേ. ഇവിടുത്തെ സർവീസ് സമ്മതിക്കണം കേട്ടോ. എത്രയും സ്നേഹത്തോടു കൂടിയാണ് അവർ നമ്മളെടുത്ത് ഇടപെടുന്നത്. അപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഓ എന്റെ ബാഗ്. ഇപ്പൊ പബ്ലിക് എൻട്രിക്കുള്ള സമയമായല്ലോ അല്ലേ? എത്ര മണി തൊട്ടാണ് പബ്ലിക് എൻട്രി വരുന്നത്? 10 തൊട്ടാണല്ലേ? ഇന്ന് ആള് കുറവാണെന്ന് തോന്നുന്നല്ലേ തിരക്ക്? ഇന്നലെ നല്ല തിരക്ക്, നല്ല ആളുണ്ടായിരുന്നു. ഇനിയപ്പോ നമുക്ക് ഇവിടെ ഉള്ള ആക്ടിവിറ്റീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യല്ലേ. നല്ല റെസ്റ്റോറന്റ് കേട്ടോ. 1 2 3 4 റെസ്റ്റോറന്റ് ഉണ്ടോ മൊത്തം? 4 റെസ്റ്റോറന്റ് ഉണ്ട്. അത് ഗസ്റ്റിന് വേണ്ടി സെപ്പറേറ്റ് ഉണ്ട്. ട്രെയിനിൽ റൈഡ് പോവാം. അവരും കൂടെ വരട്ടെ. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ. ആ ട്രെയിൻ കാണിച്ചു തന്നല്ലോ ഞാൻ. അതിൽ നമുക്ക് പോവാം. നമ്മൾ പബ്ലിക്കായിട്ട് എൻട്രി ചെയ്യുമ്പോൾ ഇവിടെയാണ് കേട്ടോ വെയിറ്റിംഗ് ഏരിയ വരുന്നത്. അങ്ങനെ ആ സീറ്റുകളിൽ ടിക്കറ്റ് എടുത്ത ആളിനെ ഇരുത്തും. അവിടെ നിന്ന് ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു ഗൈഡിനോടൊപ്പമാണ് അകത്തേക്ക് വിടുന്നത്. ആദ്യം ഗൈഡ് ടൂർ ഉണ്ടാവും. ഗൈഡ് കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളും കാണിച്ച് വിശദമായി പറഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഉള്ള ആക്ടിവിറ്റിയിൽ ഏർപ്പെടാം. അങ്ങനെ ഗൈഡിങ് തരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒത്തിരി മരങ്ങളും ചെടികളും പ്രത്യേക ഒരു തീമിലൊക്കെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഇന്നലത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കണ്ടിട്ടേ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ പോയി കളയേ. ഇതാ ബസ് വരുന്നത് കണ്ടോ? ലണ്ടൻ ബസ് വരുന്നത് കണ്ടോ? ഇതിലാണ് കേട്ടോ റൂമിൽ താമസിക്കുന്നവരെ റൂമിലേക്ക് കൊണ്ടുപോയ സാധനങ്ങൾ കൊണ്ടുപോയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യുമ്പോഴൊരു വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സൈക്കിളും ഏത് വണ്ടി വേണോ ഇങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുനടക്കാം. പിള്ളേരൊക്കെ കളിയാണ്. അവിടെ നിന്ന് ഇവിടെ നിന്ന് ഏതെങ്കിലും സൈക്കിളോ വണ്ടിയോ എടുക്കും, ചവിട്ടി പോകും, എവിടെയെങ്കിലും വെക്കും, അടുത്ത വണ്ടി വന്നെടുക്കും. അങ്ങനെ ഈ ഒരു ഏരിയ, ഈ ഒരു 30 ഏക്കറിനകത്ത് നമുക്ക് ഫുൾ ഫ്രീഡമാണ്. ഇതിനകത്ത് എൻജോയ് ചെയ്യാനുള്ള ഫ്രീഡം അത് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം. നമ്മളിപ്പോൾ സാധാരണ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു ഇത് കിട്ടത്തില്ല. ഇതൊരു റിസോർട്ടും അതുപോലെ തന്നെ ഒരു തീം പാർക്കുമായിട്ട് രണ്ടും കൂടി ചേർന്ന് വരുന്ന ഒരു കൺസെപ്റ്റാണ്. നമുക്ക് പോകാനുള്ള തീവണ്ടി സ്റ്റേഷനോട് അടുക്കുകയാണ്. തീയില്ല, ഇത് ബാറ്ററി വണ്ടിയാണ്. അപ്പോൾ അടുത്ത നമ്മൾ ഈ ട്രെയിനിലാണ് അടുത്ത യാത്ര പോകുന്നത്. സൈക്കിൾ എന്ത് ചെയ്യും മോനെ? ഇതേടക്ക് ഹൗസ് എവിടെയെങ്കിലും പോയി ഒരു സൈക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വണ്ടി എടുത്തോണ്ട് വരും, അതെവിടെയെങ്കിലും വെക്കും, എന്നിട്ട് അടുത്ത വണ്ടി കയറി പോവും. നീ ട്രെയിനിൽ കയറുന്നുണ്ടോ? കയറുന്നു. അങ്ങനെ നമ്മൾ മാംഗോ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ദാണ്ട ഇതെല്ലാം നമ്മുടെ ഗൈഡാണ്. തീവണ്ടിയിൽ കയറി അകത്തേക്ക് ഒരു യാത്ര. മോനെ ട്രെയിനിൽ കയറിയില്ലേ? ഹൈസുവായി പേടിയാവണോ? എന്തിന്? ഇപ്പൊ ട്രെയിനിൽ പോവാം, അത് കഴിഞ്ഞിട്ട് സൈക്കിൾ ഓടിക്കാം. ഒരു റൗണ്ട് കേട്ടോ. ഇതിന് ചുറ്റും ഈ ട്രെയിനിൽ പോയിട്ട് അതേപോലെ തിരിച്ചു വരും. ഇത് തേയിലത്തോട്ടമാണ്
കണ്ടോ, കോട്ടയത്താണെന്ന് ഓർക്കണം ഈ തേയില കൃഷി ചെയ്തേക്കുന്നത്. അൻസിയാർക്കോ നമ്മുടെ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞ് കൊടുക്കുന്നു. സബ്സ്ക്രൈബേഴ്സ് കൂടട്ടെ, കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകം എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ചെയ്യാൻ പറയാം ഞാൻ. ഇവിടെ നിന്നാണ് നമുക്ക് സൈക്കിൾ റെന്റിന് എടുക്കേണ്ടത്. ഇതെല്ലാം വിശദമായിട്ട് ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കിഡ്സിന്റെ പ്ലേ ഏരിയ ആണ്. അത് പെയ്ഡ് ആണെന്നോ? അല്ലല്ല, ഫ്രീ തന്നെയാണ്. ഒറ്റ തവണ കണ്ടേ, അത് കഴിഞ്ഞാൽ പെയ്ഡ് കൊടുക്കണം. വേൾഡ് ബിഗ്ഗസ്റ്റ് ബൈബിൾ. ആ, അക്വേറിയം. ഫിഷിനെ കണ്ട. ഇതാണ് കേവ് കോട്ടേജ്. അവിടെയാണ് മറ്റേ അവര് താമസിക്കുന്നത്, നമ്മുടെ സുഹൃത്തുക്കൾ. അവര് ഇന്നലെ കണ്ടിന്. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ ട്രെയിൻ? ഓ, ഇന്നിപ്പോ തിങ്കളാഴ്ചയാണ്. നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ അത് ഞായറാഴ്ചയായിരുന്നു. ഇന്നലെ ഇവിടെ നല്ല തിരക്കായിരുന്നു, ഇവിടെയൊക്കെ ഒത്തിരി ആൾക്കാരായിരുന്നു. ഇന്നിപ്പോ കണ്ടോ, വെക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡേയ്സ് വരുമ്പോഴത്തേക്കും വീക്ക് ഡേയ്സ് വരുമ്പോഴത്തേക്കും 350 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. വീക്കെൻഡ്സ് വരികയാണെങ്കിൽ 400 രൂപയായിരിക്കും കേട്ടോ ടിക്കറ്റ് ചാർജ്. വീക്കെൻഡ്സും ഹോളിഡേയ്സിലും 400 രൂപയാണ്. ഒരിക്കലും ഈ 400 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ 350 രൂപ കൊടുത്താൽ അത് നഷ്ടം വരത്തില്ല. അതിനു വേണ്ടിയുള്ള എക്സ്പീരിയൻസും അതിനു വേണ്ടിയുള്ള അനുഭവങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കുട്ടികൾക്കൊക്കെ ഒത്തിരി സന്തോഷവും അല്ലേ? സന്തോഷമായില്ലേ മോനെ? കണ്ടോ, ഫ്ലവേഴ്സ് അവിടെ പോകും, ഓരോ സൈക്കിൾ എടുക്കുക, അതിലേക്ക് ഇറങ്ങി ഇങ്ങനെ വരും. ഇതിനകത്ത് ഫ്രീ ആയിട്ട് കുട്ടികളെ നമുക്ക് അഴിച്ചു വിടാം. വെള്ളം ഇത് ലേക്കുണ്ടെന്ന് അറിഞ്ഞൊന്നും പേടിക്കേണ്ട, അവിടെ എല്ലാം ആൾക്കാരുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. അതിനകത്തോട്ടൊന്നും കൊച്ചുകുട്ടികളൊന്നും ഇറങ്ങി പോകത്തില്ല. അടുത്ത നമുക്ക് പോയിരുന്നത് ഷിക്കാര റൈഡാണ് കേട്ടോ. ഷിക്കാര റൈഡ് എന്ന് പറയുന്നത് ഇതിന് വെളിയിൽ കൂടെ ഉള്ള ഒരു കനാലിൽ കൂടെയാണ് ഷിക്കാര പോകുന്നത്. അത് പേയ്മെന്റ് കൊടുക്കേണ്ടതാണ്, എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്ത് നമുക്ക് പോകേണ്ടതാണ്. ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. ഇതാണ് നമുക്ക് ഷിക്കാര. ഇത് കണ്ടോ, പോലീസുകാരുടെ ലാത്തി ഉണ്ടാക്കുന്ന മുളയാണിത്. ഒരെണ്ണം വെട്ടി എടുക്കട്ടാ മോനെ? എടുക്കട്ടാ, വെട്ടട്ടാ? ഇനി കരയോ? 2 ഷിക്കാരുണ്ട് കേട്ടോ. ഇത് തിരിച്ചെടുത്തപ്പോ മറ്റൊരു ഷിക്കാര വന്ന്. അപ്പൊ നമ്മള് ഷിക്കാരക്കകത്ത് കയറിയിട്ടുണ്ട്. ഷിക്കാരക്കകത്ത് കയറി ഇനിയൊരു യാത്ര. നല്ല ഗ്രീനറി, നല്ല രസമുള്ള കാഴ്ചകൾ. നമ്മുടെ തൗസാണ് കേട്ടോ നമുക്ക് വേണ്ടി വള്ളം ഓടിച്ചോണ്ട് പോകുന്നത്. ഇതുവരെ നമുക്ക് വരാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് അവിടെ വേലി വെച്ചേക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വള്ളം തിരിക്കും. ഇവിടെ ഇട്ട് ഇതിനകത്തിട്ടാണ് തന്നെ തിരിക്കുന്നത്. ഒരു വള്ളത്തിന്റെ വീതിയുള്ള സ്ഥലത്തിട്ടാണ് വള്ളം തിരിക്കുന്നത്. ആടി 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 ഓ, അത് മുട്ടി ആമ്പല് ഇതായിപ്പോ, ചൊട്ടിപ്പോയല്ലേ? ചേട്ടന്റെ പേരെന്തോ? തിലകൻ അപ്പൂപ്പ അല്ലേ? ഓടിയില് മോനെ, നേരെ ഓടിയില്. നമ്മുടെ മാംഗോ മെഡോസ് പാർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുതൊട്ട് മാംഗോ മെഡോസിന്റെ എൻഡ് വരെ ഉണ്ട് ഈ കനാലിന്റെ നമ്മുടെ ഏരിയ. നമ്മള് ബോട്ടിങ് അങ്ങനെയാ പോകുന്നത്. ഇത് നമ്മള് കാലത്ത് വന്നിരുന്ന കടവ്. ഇവിടെയാണ് ആമ്പലുള്ളത്. അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെയാണ് രണ്ടാമത്.
അവിടെ ആദ്യം പോയിട്ട് നമ്മൾ ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അമ്പലം കുറച്ചും കൂടെ നീക്കി തരുമോ? നല്ല ചെളിയാണ് അവിടെ. ചേട്ടൻ കുട്ടികൾക്ക് ഇത് ആമ്പല് പറിച്ചു കൊടുക്കുക. ചന്ദ്രനെ കാണുമ്പോഴേ ആമ്പല് വിടർന്നു വരും, സൂര്യനെ കാണുമ്പോ ആമ്പല് ചൊട്ടി ചൊളിഞ്ഞി അങ്ങ് പോവും. അങ്ങനെ നമ്മുടെ ബോട്ടിങ് കഴിഞ്ഞ് നിർബന്ധം കാണിക്കരുത്. ഹൈസു ഭയങ്കര നിർബന്ധം. ഹൈസുവിനെ കൊണ്ട് ബോട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, വീഡിയോ എടുക്കണില്ല. എന്നാൽ നമ്മൾ ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ചെത്തി ഇനി ഇറങ്ങണം. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകണം. എൻ്റെ ബാഗ് കഴിഞ്ഞിട്ട് പോനെ ബാസ്കറ്റ് ബോട്ടിങ്, കുട്ടവെള്ളം അതാണല്ലേ ബാസ്കറ്റ് ബോട്ടിങ്. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം കേട്ടോ. പെഡൽ ബോട്ടും ഉണ്ട്, ബാസ്കറ്റ് ബോട്ടും ഉണ്ട്. ഇത് നമ്മളിപ്പോൾ ഡേയിൽ ടിക്കറ്റ് എടുത്ത് വരുന്നവർക്ക് ഈ പെഡൽ ബോട്ടിങ്ങും ബാസ്കറ്റ് ബോട്ടിങ്ങും ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് എത്ര സമയം വേണോ അതിനകത്ത് ബോട്ട് ചെയ്യാൻ താല്പര്യമുള്ള അനുസരിച്ച് നമുക്ക് ബോട്ട് ചെയ്യാം. എന്നാലും നമ്മുടെ ഒരു ഊഴം കഴിയുമ്പോൾ മാറിക്കൊടുക്കുക. കാര്യം തിരക്കുള്ള ദിവസം ഒത്തിരി ആൾക്കാർ വന്ന് കാത്തു നിൽക്കുന്നുണ്ടോ, എല്ലാവർക്കും ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് പെഡൽ ബോട്ടിങ്, 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പെഡൽ ബോട്ട് എടുത്ത് നമ്മളൊന്ന് പോകാൻ പോവുകയാണ് ഗൈസ്. നമ്മളത് അവിടെ വന്നപ്പോൾ ഡ്രാഗൻ്റെ ഇത് മതിയോ മോനെ, ഇതെടുക്കാം നമുക്ക്. അടിപൊളി, ഞാൻ തിരിച്ചോളാം. ഏനുണ്ട് അങ്ങോട്ടല്ല, നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ. ഇതാണ് കേട്ടോ പാലം. ഇവിടെ നിന്ന് ആൾക്കാർ മീനിന് തീറ്റ കുടിക്കുക, ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മീൻ ചാടിയല്ലേ, വലിയ മീൻ. ഈ കാണുന്ന കോട്ടേജാണ് കേട്ടോ നമ്മൾ താമസിച്ചത്. അതുകൊണ്ട് അവിടെ വെള്ളം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ, അത് ഇവിടുത്തെ വെള്ളത്തിന്റെ എന്താണ് സർക്കുലേഷൻ, മോശം നടക്കാൻ വേണ്ടിയിട്ടാണ്. തൊട്ടടുത്ത് തന്നെ വള്ളമുണ്ട്. നമുക്ക് ഈ വള്ളത്തും ഇതേക്ക് തുഴഞ്ഞു പോകാം. നമ്മളല്ല, അവിടെ ആള് തുഴയും. ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ ഇവിടെ വരുന്നവർക്ക്. ഇതാണ് മീനൂട്ട് പാലം. നമ്മൾ ഇന്നലെ പോയി മീനിന് തീറ്റ കൊടുത്ത ആ പാലമാണ് ഇത്. നമ്മളങ്ങനെ ചവിട്ടി പെഡൽ ബോട്ട് തിരിച്ചുകൊണ്ട് കരയ്ക്കടുപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ പോയ അതേ തീരത്തേക്ക് നമ്മൾ വരികയാണ്. കറക്റ്റായിട്ട് കയറി പോവുകയാണ് കേട്ടോ. എൻ്റെ തൗസുവിൻ്റെ അതിസാഹസികമായ ഡ്രൈവിങ്. ബോട്ട് കരയ്ക്കടുത്ത്. ഇതാണ് കുട്ടവഞ്ചിയുടെ ഏരിയ. അതേപോലുള്ളൊരു ഇപ്പുറത്തെ സൈഡിലെ ലേക്കാണ് കേട്ടോ ഈ കുട്ടവഞ്ചി പോകുന്നു. കുട്ടവഞ്ചി ഞാനും തൗസും മാത്രമേ ഉള്ളൂ എന്ന് ഒന്ന് പോകാൻ. രണ്ടുപേരും മതിയോ? സ്വന്തം റിസ്കിലല്ലേ? ജാക്കറ്റ് ഇല്ലേ ഇതിന്? റിസ്ക് ഉണ്ടോ എന്ന് വെച്ചാൽ റിസ്ക് ഉണ്ട്, എന്നാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇത് ലൈഫ് ബോയ് ഇടുന്നുണ്ട്, ജാക്കറ്റ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളാണിത് തുഴയേണ്ടുന്നത്. അതാണ് ഇതിലുള്ളൊരു ടാസ്ക്. ഇത് നമ്മൾ രണ്ടും കൂടെ തുഴഞ്ഞാൽ നീങ്ങത്തില്ല. രണ്ടുപേരും ഒരേപോലെ തുഴഞ്ഞാൽ മാത്രമേ ഇത് മുമ്പോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ നിന്ന് വട്ടം കറങ്ങിയുള്ളൂ. ഇപ്പൊ ഇതിനകത്ത് നിന്ന് വെയിലത്തായ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഇവിടുത്തെ മെയിൻ 2 ആക്ടിവിറ്റീസ് ആണ് കേട്ടോ, ഈ കുട്ടവഞ്ചിയും അതുപോലെ തന്നെ ഈ പെഡൽ ബോട്ടും. അതപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇനി കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ പാർക്കുകളുണ്ട്, കുറച്ച് റൈഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ റൈഡ്സിൽ കയറാം. വാ മോനെ. ഇങ്ങനെയുള്ള റൈഡുകളാണ് കേട്ടോ ഇവിടെ അഡ്വഞ്ചർ ആയിട്ടുള്ള. ഇതിനകത്ത് നമുക്ക് കയറി ഇരിക്കാൻ, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതിനകത്ത് ഇരുന്നുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവരാടുന്ന വീഡിയോ എടുത്ത് അതെന്താണെന്ന് നോക്കാം. അടുത്തതാണ്ട് ഇത് കണക്ക്. ഇതെന്ത് റൈഡാണ്? കുട്ടി റൈഡ് അല്ലേ? ഇങ്ങനെ ആടി ഇത് ഓരോ സ്റ്റെപ്പായിട്ട് അവിടെ നിന്ന് സ്പീഡ് കൂട്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? ഇത്രയും റൈഡ്സ് ഇവിടെ ഉണ്ട്. ഇതിൽ കയറാനായിട്ട് മോന് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മളത് മിക്കവാറും ഈ ടൈമിൽ ഒഴിവാക്കും. ഒരു ഗോക്കാട്ടിൽ കയറി വീണ്ടും യാത്ര പോവുകയാണ്. ഇവിടെ ഒരു നാടൻ ചായക്കട ഉണ്ട്. നമുക്ക് ആ ചായക്കടയിൽ കയറി
ഒരു ചായ അടിക്കാം. ചേട്ടാ ചായ. നമ്മളെ ചായക്കട വന്നിട്ട് ചായയും കുടിച്ച് ഓപ്പോസിറ്റ് ഇറങ്ങുമ്പോൾ തന്നെയാണ് ഇതാണ്ട് ഈ ചക്രപ്പുര കാണുന്നത്. ഈ ചക്രം അറിയാലോ, ഇത് നമ്മുടെ കൃഷി ആവശ്യത്തിന് വേണ്ടി പണ്ട് പാടങ്ങളിൽ നിന്ന് വെള്ളം അടുത്ത സ്ഥലത്തേക്ക് തേവി കളയുന്നതിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന സാധനം കേട്ടോ. അതിനൊന്ന് പുനരാവിഷ്കരിച്ചിരിക്കുന്നതാണ്. ഇതാണ്ട് നെല്ലൊക്കെ നട്ടിരിക്കുന്നത് ഒരു പാടം പോലെയൊക്കെ ചെയ്തിരിക്കുന്ന കാണാം. ഇവിടെ ഒരു കൃഷിപ്പാട്ടൊക്കെയാണ്. ഇതിൽ നമ്മളിങ്ങനെ കയറി ഇരുന്നിട്ട് ചവിട്ടണം. അതൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടാവും. ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ കാണിക്കുന്ന കാര്യങ്ങളാണ് നമുക്കൊരു ഡേ ആക്ടിവിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ഒരു ഡേ ടൈം ആക്ടിവിറ്റിയിലുള്ളതാണ് തേയിലത്തോട്ടം. നമുക്കൊന്ന് തേയിലത്തോട്ടത്തിലേക്ക് കയറാം. അതായത് ഇങ്ങനെയുള്ള ബോർഡുകൾ ഇവിടെ കാണും. ഈ QR നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ കാണാൻ പറ്റും. ഏലക്കാട്, തേയിലയും ഏലവും കൂടെ ഒന്നിച്ചാണ് നട്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഏലമാണ്, ആ മുകളിലോട്ട് തേയിലയാണ്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോയിട്ട് ആ തേയില ഒന്ന് കണ്ടിട്ട് വരാം. കോട്ടയത്തെ തേയിലത്തോട്ടം. ഇങ്ങനെ മുകളിലേക്കൊരു വാച്ച് ടവർ ഉണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്കൊന്ന് നടന്ന് കയറി പോവാം. ഇത് ആ തേയിലയാണ്. തളിര് നുള്ളില്ലാന്ന് തോന്നുന്നു ഇങ്ങനെ നിർത്തിയിരിക്കുന്നേ. ഇത് വേറൊരു സ്റ്റൈലല്ലേ ഈ തേയിലേക്ക്. നല്ല ഗ്രീൻ കളർ. പിന്നെ മുകളിലോട്ടൊരു വാച്ച് ടവറാണേ. അടിപൊളി. ഇവിടെ നിന്ന് അത്യാവശ്യം എല്ലാം കാണാം. ആ പാർക്കൊക്കെ കാണാം കുട്ടികളുടെ. അങ്ങനെ കോട്ടയത്തെ തേയിലത്തോട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇത് ചിൽഡ്രൻസ് പാർക്ക്. ഇത് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി നിങ്ങൾ വന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഇതിനകത്ത് കൂടെ നടക്കുന്നത് തന്നെ ഒരു പ്രത്യേക ഭംഗി. പിന്നെ തൗസ് നമ്മൾ അവൻ്റെ ഒരു പാർക്കിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ, അവന് കയറാൻ പറ്റിയ പാർക്ക് നോക്കാം. ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നമുക്കൊന്ന് ഷൂട്ടിംഗ് നോക്കാം. ആർച്ചറി, ഷൂട്ടിങ്, അങ്ങനെ ഒത്തിരി ഗെയിംസും ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ്. ഇത് നോട്ട് വർക്കിംഗ് ആണ്. ഇതിനകത്ത് കൊച്ചു കുട്ടികൾക്ക് കളിക്കാം. ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസം. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്നലത്തെ പോലെ തന്നെയായിരുന്നു. നല്ല ഭക്ഷണം. ഞങ്ങൾ ഒരു ബിരിയാണി, 2 ചപ്പാത്തി മാത്രം എടുത്തുള്ളൂ. അൻസിയും ഇളയ മോന് റൂമിലാണ്. മോന് ചെറുതായിട്ടൊരു പനിയൊക്കെ, ഒരു കോൾഡ് പോലെ. അങ്ങനെ അവർ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കുറേ ആക്ടിവിറ്റീസ് ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് കണ്ടു, ആസ്വദിച്ചു. ഇനി 1-2 റൈഡുകളുണ്ട്. VR ഉണ്ട്, അതുപോലെ ട്രോളി തിയേറ്ററൊക്കെ നമുക്ക് പോകാനുണ്ട്. അപ്പോൾ അതിലങ്ങോട്ട് പോവാം. അതിനുശേഷം ഞാൻ ഇവിടുത്തെ റൂമുകളെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ച് പരിചയപ്പെടുത്തി തരാൻ കേട്ടോ. എത്രയാണ് അതിൻ്റെ താരിഫ് വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്കിത് എങ്ങനെ അഫോർഡബിൾ ആവും എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു മരത്തിൻ്റെ രൂപത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ATM കേട്ടോ. നമ്മൾ കയറി വരുമ്പോഴേ നമ്മുടെ ഇടത് സൈഡിലായിട്ട് കുട്ടൂസിനും വലത് സൈഡിലായിട്ട് ഡാക്കിനിയുമാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. ആ മുട്ടാപ്പിയും ഉണ്ട്.
ATM ഉള്ളിലേക്ക് കയറുമ്പോഴേ പൈസ എടുക്കുന്ന ATM മെഷീനൊന്നും കാണാനില്ല, പക്ഷെ ഇതിനകത്തൊരു ഹൊറർ ഫീലുള്ള ഓ കേട്ടോ. ഓ ഈ സൗണ്ടൊക്കെ ഇതിനകത്ത് കേൾക്കുന്ന കേട്ടോ. ഓ അമ്മ പൂക്കളയാണ്. ഇതൊരു ATM ആണ്. ഹായ്, നേരത്തെ ഇത് മെഷീൻ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഓ സർവീസിന് കൊണ്ട് പോയേക്കല്ലേ. ഇവിടെ ഒരു ചേട്ടനുണ്ട് കേട്ടോ. ഈ ചേട്ടൻ ഫ്ലൂട്ട് വായിച്ചു തരും നമുക്ക് വേണ്ടിയിട്ട്, നന്നായിട്ട് ഫ്ലൂട്ട് വായിച്ചു തരും. അപ്പം നമുക്ക് അതൊന്ന് കേട്ടാലോ. ഇന്നലെ വൈകുന്നേരം നമ്മൾ വന്നപ്പോൾ ചേട്ടൻ അടച്ചു പോയായിരുന്നു. കൈ മുറിഞ്ഞതുകൊണ്ടാ. അപ്പോൾ നമ്മളെ റൂം നമ്മൾ തിരിച്ച് അതേപോലെ നീറ്റാക്കി തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസം താമസിച്ച റൂമാണ്. റൂമേ ടാറ്റ. നമ്മൾ ഇനിയും വരും കേട്ടോ, ഇനിയും താമസിക്കാൻ വരും. അത്രയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ ഒരു താമസവും ഇവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ ആക്ടിവിറ്റീസും ഒക്കെ. ഇതാണ്ട് ലേക്കാണിത്, ലേക്കേ ടാറ്റ. അപ്പോൾ നമ്മൾ ഇനിയും വരും കേട്ടോ, ഇനിയും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും ഉണ്ടാവും. ഹൈസ്വേ, നമ്മൾ 2 ദിവസം താമസിച്ച വീടിനോട് ടാറ്റ പറയും. ചെരുപ്പ് വെച്ചോണ്ടാ, ചെരുപ്പ് കളഞ്ഞിട്ട് ടാറ്റ പറയും. ടാറ്റ കോട്ടേജ്. എന്താണ് നട്മഗ്? എന്താണ് നട്മഗ് കോട്ടേജ് ടാറ്റ. നമ്മൾ ഇങ്ങോട്ട് ബസ്സിൽ വന്ന് തിരിച്ച് ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ. ട്രെയിൻ വന്നിട്ടുണ്ട് നമുക്ക് പോകാനായിട്ട്. ട്രെയിനിൽ പോയി പുറത്ത് പോയിട്ട് നമുക്ക് എന്തൊക്കെയാണ് 12 VR ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഹായ് ജയേഷ്. നമ്മള് കുട്ടവെള്ളത്തിലൊക്കെ പോയി. മോനിവിടെ പോയിരുന്ന സമയത്ത്. ഇത് ഫാമാണ് കേട്ടോ. ഇന്നലെ ഫാം കഴിഞ്ഞിട്ടാണ് നമ്മൾ മസ്ജിദ് കാണാൻ പോയത്. ആ നിങ്ങൾ പാർക്കിൽ കയറിയപ്പോഴാ. പശുമ്പ കണ്ട. തുറക്കൂ സീസേ സോനെ സീസേ. വെർട്ടിക്കൽ ഗാർഡൻ. നമ്മളിതിപ്പോൾ നമ്മുടെ ബാഗ് കൊണ്ടുവയ്ക്കാനായിട്ട് കാർ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. മോൻ ഇഷ്ടപ്പെട്ടാ? നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം. ആ തീറ്റ മൊത്തം തീർത്ത് കേട്ടാ. വാരി തട്ടി മീനിന്. ഉറക്കത്തുനിന്ന് എഴുന്നേറ്റിട്ട് അതാ പറഞ്ഞ മീനിന് തീറ്റ കൊടുക്കുക. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ നമ്മുടെ ക്രെറ്റക്കുട്ടൻ്റെ അടുത്ത് എത്തി. ഇനി ലഗേജൊക്കെ ലോഡ് ചെയ്യട്ടെ, എന്നിട്ട് അകത്ത് പോയി 1-2 പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോവാം. ഈ ഇൻഹൗസ് ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പാർക്കിങ് വരുന്നത്. ഈ ഫ്രണ്ടിലുള്ള ഈ പാർക്കിങ്ങും അതുപോലെ ഇതിൻ്റെ പുറകിലൊരു പാർക്കിങ്ങും ഉണ്ട്. പിന്നെ ഇവിടെ ഡേ ഇതിന് വരുന്നവർക്ക് വെളിയിൽ വലിയ പാർക്കിംഗ് ഉണ്ട്. ഇന്നിപ്പോൾ ഇതിനകത്ത് ഇത്രയും വണ്ടി കിടക്കുന്നത്
ഇന്ന് തിരക്ക് കുറവാണ്, മൺഡേ അല്ലേ. പൊതുവേ മൺഡേ തിരക്ക് കുറവാണ്, അപ്പോഴേ വണ്ടി അകത്ത് തന്നെ പാർക്ക് ചെയ്യാം. ഞാൻ പറയുന്നത് വീക്കെൻഡ്സ് നോക്കി നിൽക്കാതെ വർക്കിംഗ് ഡേയ്സിൽ, അത് വീക്ക് ഡേയ്സിൽ വരുന്നതായിരിക്കും ഇവിടെ എൻജോയ് ചെയ്യാൻ നല്ലത് കേട്ടോ. നിങ്ങളൊക്കെ എവിടെ നിന്നാ? എറണാകുളത്ത് നിന്ന് വരാ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? എവിടെ പഠിക്കുന്നു? എത്രയിൽ പഠിക്കുന്നു? 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മാംഗോ മെഡോസ് ഇഷ്ടപ്പെട്ടോ? എന്തൊക്കെയാണ് കണ്ടത് ഇവിടെ വന്നിട്ട്? ആ, നമ്മൾ വണ്ടർലായിലൊക്കെ പോകുന്നതിനെക്കാട്ടിയും വ്യത്യസ്തമായിട്ട് എന്തൊക്കെ കണ്ടു, എന്തൊക്കെ ആസ്വദിച്ചു? പുതിയ പുതിയ പ്ലാന്റ്സിനെയൊക്കെ പരിചയപ്പെട്ടോ? കണ്ടോ? ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റ്സിനെ കണ്ടു. ഏതെങ്കിലും ഒരു പ്ലാന്റിന് ഓർമ്മയുണ്ടോ? പെട്ടെന്ന് ചോദിച്ചാൽ ഏത് പ്ലാന്റിന് പറയും? ആ, മധുരമുള്ള തുളസി അല്ലേ. ഗുഡ്. ഓക്കെ, നിങ്ങളുടെ രണ്ടുപേരും പേര് പറഞ്ഞില്ല. നിതിന, ഋതിക. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ പറ ചേച്ചി പറക്ക്. നമ്മളെ വീണ്ടും മാംഗോ മെഡോസിന് അകത്തോട്ടല്ലേ കയറി പോകുന്നത്. അപ്പൊ ബൈ പറഞ്ഞാലാ? ബൈ ബൈ പറയണ്ട, നമ്മൾ അകത്തോട്ട് പോവുകയാണ്. പിന്നും ഇവിടെ ഇങ്ങനെ പച്ചക്കറി വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറിയാണ്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് തിരിച്ചു പോകുമ്പോൾ ഇതോരോന്നും വാങ്ങിക്കൊണ്ട് പോകാം. മുരിങ്ങയില, മുരിങ്ങപ്പൂ, അതുപോലെ തന്നെ കിറ്റിനകത്ത് പച്ചക്കറി കിറ്റ്, പഴം. എത്ര രൂപയാ ഒരു കിറ്റ്? 100 രൂപ. 100 രൂപയ്ക്ക് പച്ചക്കറി കുറവാണത്, പക്ഷെ ഓർഗാനിക് ആണല്ലേ. ഇവിടെ ഉണ്ടാകുന്ന പച്ചക്കറി അല്ലേ, നാടൻ പച്ചക്കറി. അകത്ത് കയറ്റിട്ട് നിർത്തിയാ നമുക്ക്. ഇതിനകത്ത് VR പോണം. ഇതിനകത്ത് നമുക്ക് 12D സിനിമയും അതുപോലെ വിർച്വൽ റിയാലിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ഭക്ഷണമൊക്കെ കഴിക്കാവുന്ന റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോഴെല്ലാം നമ്മൾ ഇവിടെ നമുക്ക് പിന്നെ കയറാം നമ്മൾ മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ പോകാൻ നേരത്ത് വൈകുന്നേരം നമ്മൾ അതിലേക്ക് കയറാൻ പോവുകയാണ്. അതും കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത്, മോൻ എന്തോ സ്കൂട്ടറോ കാറോ ഒക്കെ ഓടിക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് നോക്കിയിട്ട് പോവാം. ഇത് നമ്മൾ ആദ്യമേ വന്ന് കുട്ടികളെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവരിത് ചെയ്യണമെന്ന് പറയും. ഇതിന് പേയ്മെൻ്റ് ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞ് ബാക്കി എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചിട്ട് ഇത് ഏറ്റവും അവസാനത്തേക്ക് ഞാൻ വെച്ചിരുന്നത്. മോ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നുള്ള പറയണം കേട്ടോ. എന്തോ കാണുന്നു മോനെ? ക്ലൗഡിലെത്തിയാ? റോക്കറ്റിലാണാ? പിന്നെ എങ്ങനെ പോകുന്നു? പറന്നു പോവുകയാണോ? ഭൂമിക്ക് വെളിയിലെത്തിയാ? എന്തിന്? വേണ്ട വേണ്ട വേണ്ട, അത് കാണ്. നീയല്ലേ പറഞ്ഞ VR ചെയ്യണം, VR ചെയ്യണം. ഇത്രേ ഉള്ളാ നീ? എവിടെ? ഇവിടെ ഭൂമി കിടക്കണം. ഇവിടെ ഏത് ഇതാ? തിരിഞ്ഞു നോക്ക്, പുറകിലോട്ട് നോക്ക്. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അവിടെ നില്ല്. ഇനി അങ്ങ് അവിടെ നിന്ന് മാറരുത്. ഇനി അങ്ങോട്ടില്ലേ, അങ്ങോട്ടില്ലേ. അടുത്ത VR എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതാ 12D തിയേറ്ററിലേക്ക് കയറുകയാണ്. 12D എക്സ്പീരിയൻസ് ചെയ്യാൻ. ഇതും റോളർ കോസ്റ്റർ തന്നെയാണോ? സെക്കൻഡ് റോ. ഞാനിപ്പോ പാലമില്ല. ആരും കൂടെ ഓട്ടിക്കട്ടെ. പതുക്കെ ആള്. ട്രാക്ക് ക്ലിയർ ആവട്ടെ. ഓ പതുക്കെ പോ.
സ്ലോയിൽ പോട്ട്. ഇതാണ് സേഫ്. പോവാം. അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ട? 5 മണിയായി. അപ്പോൾ ഇവിടെ ഡേ ട്രിപ്പിന് വന്ന ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഹലോ ശ്രീജ മാഡം, അപ്പോൾ ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെ വരുന്നുണ്ടോ ഇവിടെ? ഇഷ്ടം പോലെ വരുന്നുണ്ട്. സ്കൂൾ ടൂർ വരുന്നുണ്ടല്ലേ? പാക്കേജ് ആണല്ലേ? അതെങ്ങനെയാണ്? അത് നമുക്ക് സ്കൂളിന്റെ പാക്കേജ് ആയിട്ട് എടുക്കുമ്പോൾ 10:1 നമ്മുടെ റേഷ്യോ വരുന്നത്. ഓക്കെ. 10 കുട്ടികൾക്ക് ഒരു ടീച്ചർ കോംപ്ലിമെന്ററി ആയിരിക്കും. പ്ലസ് അവർക്ക് പല പാക്കേജുകളായിട്ട് നമ്മൾ കൊടുക്കും. നോർമലി ഉള്ള പാക്കേജ് പ്ലസ് ഫുഡ് വരുന്നുണ്ട്, പ്ലസ് അവർക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസ് കൂടി വരുന്ന പാക്കേജുകളുണ്ട്. അങ്ങനെ പല പാക്കേജുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് സ്കൂളിൽ. ഓക്കെ. സ്കൂളിൽ നിന്ന് ടൂർ വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള സ്കൂളുകാരൊന്ന് ശ്രദ്ധിക്കുക. മാംഗോ മെഡോസ് വന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ. അപ്പോൾ ഏകദേശം നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റീസും മാംഗോ മെഡോസിലെ കാഴ്ചകളും ഒക്കെ കഴിയുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. നമ്മൾ ഈ എൻട്രി ചെയ്യുന്ന അടുത്ത് തന്നെയാണ് കേട്ടോ പബ്ലിക് പൂൾ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും തന്നെ പൂളിലേക്ക് പോകുന്നവർക്ക് പൂളിലേക്ക് പോവാം. ഇതാ ഇവിടെയാണ് എൻട്രി വരുന്നത്. ടിക്കറ്റ് വെളിയിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതിനകത്തേക്കാണ് എൻട്രി വരുന്നത്. ഇതാണ്ട് ഇത് കണ്ടോ, ഇത് മസ്ജിദാണ് കേട്ടോ. ഇതിന്റെ പേര് മാംഗോ മസ്ജിദ് എന്നാണ്. ഈ മസ്ജിദിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്കും നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാത്റൂം ഒതുക്കെടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. എല്ലാവരും രാവിലെ വരുന്നതല്ലേ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ആൾക്കാർ വരുന്നത്. അതിനിടയിൽ ആർക്കും നിസ്കാരം മുടങ്ങത്തില്ല കേട്ടാ. അങ്ങനെ ഇതിനകത്ത് മസ്ജിദ് ഉണ്ട്, ഇത് ചർച്ച് പോലെ പ്രാർത്ഥിക്കാനുള്ള ബൈബിളുണ്ട്, അതുപോലെ ഇത് കാവ് പോലെ ചെയ്തിട്ട് കാവും അമ്പലവും ഉണ്ട്. എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്നത്. നല്ലൊരു മസ്ജിദ് അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ചെറിയ തയ്ക്കാപ്പള്ളി ഇല്ലേ, തയ്ക്കാപ്പള്ളി പോലെ മാംഗോ മസ്ജിദ്. നമ്മൾ ഇതിനകത്തേക്ക് കയറി വരുന്ന മെയിൻ ഗേറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇതാണ് ഡേ വരുമ്പോഴുള്ള ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. നമുക്ക് ദാണ്ട് ഇതിനകത്തുള്ള ഫുൾ ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ്. ഇതിൻ്റെ ഒരു 99% ആക്ടിവിറ്റീസ് ഫ്രീ ആയിട്ട് തന്നെ നമുക്കിവിടെ ഗസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേ എടുക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ബാക്കി ഒരു ചാർജും കൊടുക്കേണ്ടതല്ല. പിന്നെ കുറച്ച് ആ പെയ്ഡ് സ്വിമ്മിംഗ് പൂളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ റൂം സ്റ്റേ ഉണ്ടെങ്കിൽ കിട്ടും. ഈ റിക്ഷയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ, ഫ്രീ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും റൂം സ്റ്റേയിൽ വരുമ്പോൾ. ഡേ പാക്കേജ് വരുന്നവർക്കാണെങ്കിൽ ഇതിങ്ങനെയാണ് വരുന്നത്. എവിടെ പോവാ? പച്ചക്കറി കിറ്റ്. അൻസി അങ്ങനെ ഒരു പച്ചക്കറി കിറ്റും കൂടി വാങ്ങിയാണ്. ഇതാട്ടോ ടിക്കറ്റ് കൗണ്ടർ. അതിലേക്ക് കയറി ടിക്കറ്റ് എടുത്ത് ഇതിലെ ഇങ്ങനെ തിരിച്ചു പോവുക. കയറുന്ന വഴിക്ക് തന്നെ മാംഗോ മെഡോസിന്റെ പ്ലാന്റ്സ് നഴ്സറി ഉണ്ട് കേട്ടോ. ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ് ഉണ്ട്. നമുക്ക് അത് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനും പറ്റും. ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് ചെടികളുണ്ട്. അതായത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഈ വളർന്നു നിൽക്കുന്നത്. ഇതൊരു മാംഗോ മെഡോസിലെ ഫോട്ടോ പോയിന്റ് ആണ് കേട്ടോ. ഐ ലവ് മാംഗോ മെഡോസ്. എല്ലാവരും ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണം പോകാൻ. ഇതേവർ ഇത്രയും പേര് ഇപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ ആൾക്കാരെ നമുക്ക് ഫോട്ടോ എടുക്കാറുണ്ട്. ഐസോയെ നമ്മളിവിടെ നിന്ന് പോവുക, പട്ടത്ത് വീട്ടിൽ പോവുക. പോണോ? വേണ്ട, ഐസുവിന് ഇവിടെ നിന്നാ കൊള്ളാന്നാ പറയുന്നത്. ഇവിടെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടാ മോനെ? അവൻ വേണമെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെ മീനിന് തീറ്റ കൊടുത്ത് വേണമെങ്കിൽ അതിനകത്ത് ഇരുന്നോളാം. അങ്ങനെ മാംഗോ മെഡോസിലെ ഒരു ദിവസത്തെ താമസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ടിംഗ് പർപ്പസും കൂടെ ചോദിച്ചുകൊണ്ട് അത് കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ 2 ദിവസം, ഇന്ന് വൈകുന്നേരം നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ്. എനിക്ക്, മോന്, നമ്മുടെ കുടുംബത്തിന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വരിക, വന്നിട്ട് ഇതൊന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മാംഗോ മെഡോസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും എല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തു പറ്റി? ആഞ്ഞിലി അല്ലേ? ആഞ്ഞിലി ചക്ക കാച്ചിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ ബൈ. ദേ ഈ കാണുന്നത് ആഞ്ഞിലി, ആഞ്ഞിലിച്ചക്ക എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഇപ്പൊ ഇത് കിട്ടാനില്ല. ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് തമിഴ്നാടൊക്കെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഇത് വെച്ചിട്ടുണ്ട്. 1 കിലോയ്ക്ക് 400 രൂപയാണ് വരുന്നത്. ഇത് പറിച്ചു കൊടുത്താൽ 1 കിലോയ്ക്ക് 400 രൂപയുണ്ട്. ഇതാ മാംഗോ മെഡോസിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മാവും മാങ്ങയൊക്കെ ഉണ്ട്. മാമ്പഴത്തിന്റെ എന്താണ്, പുൽത്തകിടി, പുൽമൈതാനം, പുൽമേട്, മാമ്പഴ പുൽമേട്. ഓക്കെ, ടാറ്റ മാംഗോ മെഡോസ്. ടാറ്റ പറ.
ഇത് ഈ ഒരു സ്പേസ് ആ. 2200 രൂപ. ആ ഇത് വരുമ്പോഴത്തേക്കും ഇത് പെർ ഹെഡ് ആണ് ചാർജ് വരുന്നത്. ചാർജ് അവരുടെ സിസ്റ്റം ചോദിക്കേണ്ടി വരും. ചാർജ് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. നമുക്കിത് പരിചയപ്പെടുത്തി തരുന്ന ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ സ്റ്റാഫ്, വിജയകൃഷ്ണൻ അല്ലേ, ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പൊ പുള്ളിയാണ് ഇതെല്ലാം എനിക്ക് കാണിച്ചു തരുന്നത്.